ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുള്ളസാറാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മൗര്യ കാലഘട്ടത്തിലെ സാമൂഹിക ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. നമ്മുടെ എക്സാമിനേഷന് സ്ഥിര സാന്നിധ്യമാണ്. നമുക്ക് 5 മാർക്ക് വരെ ചോദ്യം വരാൻ പോകുന്ന ഒരു ഭാഗം കൂടിയാണ്. മക്കൾ കൃത്യമായി നോക്കാം. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത് അല്ലേ. ബോത്ത് മലയാളം ആൻഡ് ഇംഗ്ലീഷ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൊസൈറ്റി, ഇക്കണോമി ആൻഡ് ആർട്ട്, അല്ലെങ്കിൽ സമൂഹം, സമ്പത്ത്, കല എന്നുള്ള ഭാഗമാണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും മൗര്യന്മാരുടെ കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സാമൂഹ്യ വിഭജനം നിലനിന്നിരുന്നായിരുന്നു നമുക്ക് കാണാൻ പറ്റും. അതായത് സൊസൈറ്റി എന്ത് ചെയ്തിരുന്നു, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ചാതുർവർണ്ണയ ഡോക്ട്രിൻ പ്രിവൈൽഡ്. ചാതുർവർണ്ണയ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, അവിടെ തട്ടുകളായിട്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത്, സമൂഹം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ബ്രാഹ്മൺ, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ് എന്ന് പറയുന്ന എന്തുണ്ടായിരുന്നു, ഒരു വർണ്ണ വ്യവസ്ഥ ഈ കാലഘട്ടത്തിൽ, മൗര്യ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. ദാറ്റ് മീൻസ് കാസ്റ്റ് വൈസ് ഡിസ്ക്രിമിനേഷൻ എന്ത് ചെയ്തിരുന്നു, ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവും സമൂഹത്തിൽ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായിരുന്നു സാമൂഹിക വിഭജനം എന്നുള്ളതാണ് നിങ്ങളവിടെ പഠിച്ച് വെക്കേണ്ടത്. അടുത്തത് കാർഷിക പ്രവർത്തികൾക്ക് ശൂദ്രരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നത്. കാർഷിക പ്രവർത്തികൾ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ആരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിരുന്നത്, ശൂദ്രാസിനെ കൊണ്ടാണ്. അപ്പോൾ ശൂദ്രാസ് വെയർ കൺഫൈൻഡ് ടു ദ അഗ്രികൾച്ചർ വർക്ക്. അഗ്രികൾച്ചർ വർക്ക് ആരായിരുന്നു മക്കളെ, ശൂദ്രാസ് ആയിരുന്നു ചെയ്തിരുന്നത്. അതായത് നമ്മൾ ഈ പറഞ്ഞ ബ്രാഹ്മൺസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്, ഏറ്റവും താഴെത്തട്ടിലാണ് ആരുള്ളത്, ചാതുർവർണ്ണയത്തിൽ ശൂദ്രാസ് ഉള്ളത്. അവരെ കൊണ്ടായിരുന്നു എന്ത് ചെയ്യിപ്പിച്ചിരുന്നത്, അഗ്രികൾച്ചറൽ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിരുന്നത് നമുക്ക് കാണാൻ പറ്റും. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ശൂദ്രാസ് ആയിരുന്നു ചെയ്തിരുന്നത്. അടുത്തത് നമുക്ക് കാണാൻ പറ്റും ജൈനമതവും ബുദ്ധമതവും ഏറെ പ്രചാരം നേടിയിട്ടുണ്ട്. ഏതൊക്കെ റിലീജിയസ് ഐഡിയോളജിയാണ്, ജൈനിസം ആൻഡ് ബുദ്ധിസം. ജൈനിസം ആൻഡ് ബുദ്ധിസം എന്ത് ചെയ്തിട്ടുണ്ട്, മോർ പോപ്പുലർ ആയിട്ടുണ്ട്, കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, ജനകീയമായിട്ടുണ്ട്, കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, ജനങ്ങളിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും, കൂടുതൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് ഫ്ലോറിഷ്ഡ്. അഗ്രികൾച്ചറും ട്രേഡും ഫ്ലോറിഷ്ഡ് ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് കൃഷിയും അതുപോലെ തന്നെ വ്യാപാരമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വളർന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കൃഷിയും വാണിജ്യമൊക്കെ വളരെയധികം അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഏത് കാലഘട്ടത്തിലാണ്, മൗര്യ കാലഘട്ടത്തിലാണ്. അപ്പോൾ കൃഷിയും വാണിജ്യവും മൗര്യ ഭരണ കാലഘട്ടത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തൊക്കെയാണ് മക്കളെ, കൃഷി, വാണിജ്യം. ഓക്കെ, കൃഷി വാണിജ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ കൃഷിയുടെ പുരോഗതിക്കായിട്ട് രാജാക്കന്മാർ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി, ഇറിഗേഷൻ ഫെസിലിറ്റീസും കൂടി പ്രൊവൈഡ് ചെയ്തു. എന്തിനു വേണ്ടിയാണ്, അഗ്രികൾച്ചറൽ പ്രോസ്പെറിറ്റിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അഗ്രികൾച്ചർ വെട്ടാൻ വേണ്ടി എന്തും കൊടുത്തു, അഗ്രികൾച്ചർ പ്രോഗ്രസിന് വേണ്ടി എന്ത് കൊടുത്തു, ഇറിഗേഷൻ ഫെസിലിറ്റീസ് കൊടുത്തു. ജലസേചന സൗകര്യങ്ങൾ ആര് കൊടുത്തു, റൂളേഴ്സ് കൊടുത്തു, രാജാക്കന്മാർ കൊടുത്തു. അപ്പോൾ കൃഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്ത് കൊടുത്തു, ജലസേചനം, വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം എത്തിച്ചു കൊടുക്കുന്ന സംവിധാനവും ആര് നടപ്പിലാക്കി, നമ്മുടെ റൂളേഴ്സ് നടപ്പിലാക്കി. ഇനി കൃഷി മാത്രമാണോ, അല്ല, തുന്നൽ, നെയ്ത്ത് തുടങ്ങിയ കൈത്തൊഴിലുകളും എന്ത് ചെയ്തിരുന്നു, നിലനിന്നിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഹാൻഡ് ക്രാഫ്റ്റ്സ് ലൈക്ക് സ്യൂയിങ് ആൻഡ് വിവിങ് എക്സിസ്റ്റഡ്. അപ്പോൾ തുന്നൽ, അതുപോലെ തന്നെ നെയ്ത്ത് പോലെയുള്ള അല്ലെങ്കിൽ വിവിങ്, അതുപോലെ തന്നെ സ്യൂയിങ് പോലെയുള്ള എന്തുണ്ടായിരുന്നു, ഹാൻഡ് ക്രാഫ്റ്റ്സും എവിടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, മൗര്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Sewing and weaving. Then coins were in use for transaction. ട്രാൻസാക്ഷന് വേണ്ടി എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്, കോയിൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. നാണയങ്ങൾ എന്ത് ചെയ്തിരുന്നു, പ്രചാരത്തിലുണ്ടായിരുന്നു. കാരണം സാധനങ്ങൾ കൈമാറാനൊക്കെ എന്ത് വേണം, പൈസ വേണം അല്ലേ. അപ്പോൾ അവിടെ എന്തും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്, കോയിൻസും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്, ഈ പറയുന്ന സാധനങ്ങളൊക്കെ കൈമാറാൻ വേണ്ടി നാണയങ്ങളും കോയിൻസും, ട്രാൻസാക്ഷന് വേണ്ടി കോയിൻസും യൂസ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കച്ചവട പുരോഗതിക്കായിട്ട് നിരവധി പാതകൾ നിർമ്മിച്ചു. എന്ത് ചെയ്തു, കച്ചവട പുരോഗതിക്കായിട്ട് നിരവധി പാതകൾ നിർമ്മിച്ചു. എന്താണ് നിർമ്മിച്ചത് മക്കളെ, നമുക്കിവിടെ കാണാൻ പറ്റും സെവറൽ റോഡ്സ് വേ കൺസ്ട്രക്റ്റഡ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് ട്രേഡ്. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ടും വരുന്ന ഒരു ചോദ്യമാണ്, ദ സോഷ്യോ ഇക്കണോമിക് ലൈഫ് ഡ്യൂറിങ് ദ മൗര്യ പീരീഡ്. എക്സാമിൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ സോഷ്യോ ഇക്കണോമിക് ലൈഫ് ഡ്യൂറിങ് ദ മൗര്യ പീരീഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഓക്കെ, മൗര്യ കാലഘട്ടത്തിലെ നമ്മൾ ഈ പറയുന്ന എന്താണ്, സാമ്പത്തിക ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആൻസർ കൊടുക്കാൻ പറ്റും. അപ്പോൾ മൗര്യ കാലഘട്ടത്തിലെ സാമൂഹ്യ സാമ്പത്തിക ജീവിതം എങ്ങനെയായിരുന്നു നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ആലോചിക്കുക, ചാതുർവർണ്ണ്യം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കാർഷിക പ്രവർത്തികൾ ആരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിരുന്നത്, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ശൂദ്രാസിനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിരുന്നത്. പിന്നീട് ജൈനമതവും ബുദ്ധമതവും വലിയ പ്രചാരത്തിലായിട്ടുണ്ട്. ജൈനിസവും ബുദ്ധിസവും പോപ്പുലറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെയോ അഗ്രികൾച്ചറും അതുപോലെ തന്നെ ട്രേഡും അല്ലെങ്കിൽ കൃഷിയും വാണിജ്യവും വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇറിഗേഷൻ ഫെസിലിറ്റീസ്, അഗ്രികൾച്ചർ പ്രോഗ്രസിന് വേണ്ടി, കൃഷിയുടെ പുരോഗതിക്ക് വേണ്ടി എന്തും കൂടി ഉണ്ടായിരുന്നു, ജലസേചന സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ തുന്നൽ, നെയ്ത്ത് പോലെയുള്ള, സ്വിങ്, വീവിങ് പോലെയുള്ള ഹാൻഡ് ക്രാഫ്റ്റും അല്ലെങ്കിൽ കൈത്തൊഴിലും ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കോയിൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡ്സും കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് അവിടെ പഠിക്കേണ്ടത്. 5 മാർക്സ് എൻഷുർ ചെയ്യാം. താങ്ക് യു ഓൾ, ബൈ.